ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാരിക്കേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് ആൻഡ് സെറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ടൂൺമി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് ഏത് ഫോട്ടോ ആണോ നമുക്ക് കാരിക്കേച്ചർ രൂപത്തിലോട്ട് ആക്കേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ആ ഫോട്ടോ അങ്ങനെ ആക്കിയെടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ടൂൺമി ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ആയിട്ട് വരും ഈ ഫോട്ടോ. അതിനുശേഷം ഗൂഗിളിൽ പോയിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ ഫോട്ടോയും ഇതിലോട്ട് അപ്ലോഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഇതിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഫോട്ടോസ് ഞാൻ ഇതേ രൂപത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഫോട്ടോസും നമ്മൾ ഇതിലോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. അത് നമുക്ക് ഇനി അടുത്തടുത്ത് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കുറച്ച് സ്പേസ് വിട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് അടുത്തടുത്ത് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ഒരു രസം തോന്നിക്കുക നമുക്ക്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ ചെയ്ത് നോക്കി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം ആപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോനെ ഞാൻ ഇതിൻ്റെ ബാക്കിലോട്ടാക്കിയത് കണ്ടില്ലേ. കാണുന്ന പോലെ പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടാണ് ഞാൻ ആ ഫോട്ടോനെ ബാക്കിലോട്ടാക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ അടുത്ത ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അത് ഇവിടെ സെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്യാൻവയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ആക്കാനും എല്ലാത്തിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫോട്ടോ നോക്ക്. ഇതിൽ ഞാൻ ആ സ്ക്രോൾ ബാറിൽ പൊസിഷൻ എടുത്തിട്ട് ബാക്ക്വേർഡ് കൊടുത്ത് അതപ്പോൾ ആ ഫോട്ടോയുടെ ബാക്കിലോട്ട് പോയി. ഏത് ഫോട്ടോയുടെ ബാക്കിലോട്ടാണോ വെക്കേണ്ടത് അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്ക്വേർഡ് അടിച്ച് കഴിഞ്ഞാൽ അത് ആ ഫോട്ടോയുടെ ബാക്കിലോട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സ്ക്രീന് ഫുള്ളാവുന്ന അത്രയും ഫോട്ടോസ് നമുക്ക് അതിലോട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അതുപോലെ ചേഞ്ച് ആക്കി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കാരിക്കേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ആയിട്ടാട്ടോ ഒരു വോയിസ് ഓവർ വീഡിയോ ചെയ്യുന്നത്.